എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റുള്ള നല്ലൊരു നാടൻ കറിയാണ്. ഒട്ടും കയ്പില്ലാതെയാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ചൂട് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല രുചിയുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട 2 ഐറ്റമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു പാവയ്ക്ക, അതുപോലെ തന്നെ ഒരു ചെറിയ മാങ്ങ. ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് കഴുകി 2 അറ്റവും കളഞ്ഞ ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് പെട്ടെന്നങ്ങ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ സീഡ് കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുവാണ്. ഇത് നമ്മുടെ നാടൻ പാവയ്ക്കയാണ് കേട്ടോ. നല്ല ഗുണമുള്ളതാണെങ്കിലും നല്ല കയ്പും കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഒട്ടും കയ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കംപ്ലീറ്റ് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി നല്ലപോലെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ പാവയ്ക്ക കഴുകി അരിഞ്ഞ് ഉടനെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി അല്പസമയം വെച്ചിരിക്കുവാണെങ്കിൽ പാവയ്ക്കയുടെയൊക്കെ കയ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. പാവയ്ക്കയിലേക്ക് ഉപ്പ് പിടിക്കും തോറും അതിൻ്റെ ഒരു കയ്പൊന്ന് കുറയും. അപ്പോൾ ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തെടുത്തേക്കാം. അപ്പോൾ മാങ്ങ ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. പക്ഷേ കളർ ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിലാണ് കേട്ടോ. നല്ല പുളിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ ഒരു മൺചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി മതി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമുളകാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറുതാണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പേസ്റ്റ് ആക്കിയത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ച പാവയ്ക്ക ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പാവയ്ക്കൊക്കെ ഇപ്പം നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കയ്പൊക്കെ കുറഞ്ഞ് ഇരിക്കുവാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ചെയ്ത് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല കറക്റ്റായിട്ടായിട്ടുണ്ട്. എല്ലാം നല്ല ശരിക്കും യോജിച്ചിട്ടുണ്ട്. ഇത് മതി. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും ഇതിങ്ങനെ തന്നെ അടച്ച് വെച്ചിരിക്കണം. ഇതിങ്ങനെ ഒരു അല്പനേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും എല്ലാം കൂടി ഒന്നുകൂടി യോജിച്ച് ഒന്നുകൂടി ടേസ്റ്റായി കയ്പൊക്കെ കുറഞ്ഞ് സവാളയുടെ ചെറിയൊരു മധുരമൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ എന്തായാലും കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് അടച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് കുറച്ചൊന്ന് ജ്യൂസി ആയിട്ടുള്ളൊരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. സവാളയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങയുടെ 1/4 പാലും 2/4 പാലും ഞാൻ വേർതിരിച്ചെടുത്ത് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പോളം വരുന്ന 2/4 പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റെഡിയായി വരുമ്പോഴേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്കങ്ങ് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് നന്നായിട്ടങ്ങ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം.
പെട്ടെന്നൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കംപ്ലീറ്റ് വീണ് ആകെ നാശമാവും. അപ്പോൾ ഞാനിതിൻ്റെ അടുത്ത് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പാവയ്ക്കയും മാങ്ങയും ഒക്കെ നല്ലപോലെ വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. കുറച്ചൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വെന്ത് വറ്റി വരട്ടെ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് വന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി പാവയ്ക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല പഞ്ഞി പോലെ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉടൻ തന്നെ 1 പാൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച് നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1 പാൽ 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഫ്ലെയിം കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് നേരത്തെ ഞാനൊരല്പം ഇട്ട് കൊടുത്തിരുന്നു. ബാക്കിയെല്ലാം നല്ല കറക്റ്റാണ്. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടായി വരട്ടെ. തിളയ്ക്കാൻ പാടില്ല. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നമ്മളുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചും കൂടി ഇടണം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തെങ്കിലും മൺചട്ടി ആയതുകൊണ്ടാണ് ആ ഒരു ചൂടിൽ വീണ്ടും ബോയിലാവുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെറിയൊരു ചട്ടി ഒന്ന് വെച്ച് കൊടുത്ത് ചൂടാക്കി എടുക്കാം. അല്പം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടിയ ശേഷം 2 വറ്റൽമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതങ്ങ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒട്ടും കയ്പില്ലാത്ത ഒരു അടിപൊളി പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ വെന്ത അതീവ രുചിയുള്ളൊരു കറിയാണ്. തേങ്ങാപ്പാലിൻ്റെ മധുരവും അതുപോലെ തന്നെ മാങ്ങയുടെ പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സൂപ്പർ കറിയാണ്. ഇതുണ്ടാക്കി കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെയൊക്കെ പാവക്കക്കറി ഉണ്ടാക്കി കൊടുത്താലും കയ്പ്പ് കാരണം കഴിക്കാൻ മടിയുള്ള ഒത്തിരി പേരല്ലേ, അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടപ്പെടും. ചോറിനും അപ്പത്തിനും പുട്ടിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കും ഒക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്